ഫെബ്രുവരി 8 ആവാൻ ഞാൻ അധിക ദിവസങ്ങളില്ല, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ CTET-ന് നമ്മൾ ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഏകദേശം ഒരു 10-11 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ആൻഡ് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിരിക്കും. അഥവാ നിങ്ങൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് വായിച്ച് ആൻസർ ചെയ്യണം, ആൻസർ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. കാരണം ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ CTET-ന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. അതായത് ക്വസ്റ്റ്യൻസ് നമ്മൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. എക്സാം ഹാളിൽ നിന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവുള്ളൂ, അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ വേറെ കേട്ടിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കോൺസെപ്റ്റ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പ്രാധാന്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ CTET-ലെ ക്വസ്റ്റ്യൻസിന്റെ ഒരു സ്ട്രക്ചർ തന്നെ വേറെയാണ്. കുറച്ചുകൂടി ഡിഫിക്കൽറ്റി ലെവൽ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് അത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ വായിച്ച് മനസ്സിലായാൽ പെട്ടെന്ന് ആൻസർ കിട്ടും, പക്ഷെ വായിച്ച് മനസ്സിലാക്കാനാണ് പാടുള്ളത്. എസ്പെഷ്യലി നമ്മുടെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് പോലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടോ, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. അപ്പോൾ നല്ലതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. An example of class inclusion. എന്താണ് an example of class inclusion? Assertion: Logesh has trouble with classifying one concept, that is Delhi, as a subset of another, India. അതായത് ഇത് ജസ്റ്റ് എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുകയാണ്. ഒരു കോൺസെപ്റ്റ് ഡൽഹിയും ആസ് എ സബ്സെറ്റ് ഓഫ് അനദർ ഇന്ത്യ. അതായത് ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണല്ലോ ഡൽഹി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ ലോകേഷിന് അവിടെ ട്രബിൾ ആണ്. മീൻസ് ലോകേഷിന് അവിടെ എന്താ അത് അറിയുന്നില്ല. റീസൺ: അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഇമോഷൻസ് അഫക്ട് മെമ്മറി ആൻഡ് ലേണിംഗ് ക്യാൻ ലീഡ് ടു സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ്. ഇതാണ് റീസൺ ആയിട്ട് തന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻ. ബോത്ത് A and R are true but R is not the correct explanation of A. A is true but R is false. Both A and R are false. Both A and R are true and R is the correct explanation of A. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നല്ലതുപോലെ തന്നെ 2 സ്റ്റേറ്റ്മെന്റ് നല്ലതുപോലെ വായിക്കാം. അസേർഷൻ ആണെങ്കിലും റീസൺ ആണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് വീഡിയോ പോസ് ചെയ്ത് വായിക്കുക. ആൻഡ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവിടെ ചെക്ക് ചെയ്യുക. നോക്കിക്കേ, ലോകേഷ് ഹാസ് ട്രബിൾ വിത്ത് ക്ലാസിഫൈയിങ് വൺ കോൺസെപ്റ്റ് ആസ് എ സബ്സെറ്റ് ഓഫ് അനദർ. അത് തന്നെയാണ് ക്ലാസ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ക്ലാസ് ഇൻക്ലൂഷൻ, നമ്മളിവിടെ ക്ലാസ് ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കരുത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീൻ പിയാഷന്റെ സ്റ്റേജസ് ഉണ്ടല്ലോ, ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ അതില് നമ്മുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ക്ലാസ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ക്ലാസ് ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു കോൺസെപ്റ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ലോകേഷ് എന്താണ് പ്രശ്നം? ക്ലാസിഫൈ ചെയ്യാനാണ് പ്രശ്നം, അല്ലെ? ക്ലാസിഫൈ ചെയ്യാനാണ് പ്രശ്നം. സോ ലോകേഷ് ഹാസ് ട്രബിൾ വിത്ത് ക്ലാസിഫൈയിങ് വൺ കോൺസെപ്റ്റ് ആസ് എ സബ്സെറ്റ് ഓഫ് അനദർ. അപ്പൊ അത് കറക്റ്റ് ആണല്ലോ. അതൊരു ക്ലാസ് ഇൻക്ലൂഷൻ ഒരു എക്സാമ്പിൾ ആണ്. അതൊരു അസേർഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. സോ അത് കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഇമോഷൻസ് അഫക്ട് മെമ്മറി ആൻഡ് ലേണിംഗ് ക്യാൻ ലീഡ് ടു സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ്. അത് കറക്റ്റ് അല്ലേ? സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇമോഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. സോ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഇമോഷൻസ് അഫക്ട് മെമ്മറി ആൻഡ് ലേണിംഗ് ക്യാൻ ലീഡ് ടു സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ്. അപ്പൊ എങ്ങനെയാണ് ഈ ഇമോഷൻസ് നമ്മുടെ മെമ്മറിനെ അല്ലെങ്കിൽ ലേണിംഗിനെ അഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത് എന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതാണ് സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗിലോട്ട് നയിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ് ആണല്ലോ. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി മൂന്നാമത്തെ നമ്മുടെ ടാസ്ക് എന്താ? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്, അല്ലെ? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ ജസ്റ്റ് ഒരു ബിക്കോസ് ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളത്, അല്ലെ? ഇവിടെ ജസ്റ്റ് ഒരു ബിക്കോസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി വായിച്ചു നോക്കിക്കേ. Logesh has trouble with classifying one concept as a subset of another because understanding how emotions affect memory and learning can lead to self-regulated learning. എന്ന് പറഞ്ഞ വല്ല ബന്ധമുണ്ടോ? ബിക്കോസ് ഇട്ട് കൊടുക്കുമ്പോ രണ്ടും കണക്ട് ചെയ്ത് വരുന്നുണ്ടോ? ഇല്ല. അത് സെപ്പറേറ്റ്ലി അത് കറക്റ്റ് ആണ്. പക്ഷെ അതെന്താ,
രണ്ടും അതായത് രണ്ടും സെപ്പറേറ്റ് നോക്കുമ്പോൾ കറക്റ്റ് ആണ്, പക്ഷെ രണ്ടും കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, കണക്റ്റഡ് അല്ല, പ്രോപ്പർ എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറയുന്ന ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയോ? 1 മാർക്ക് കിട്ടിയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആൻഡ് അവസാനം എനിക്ക് എത്ര മാർക്ക് ആണെന്നുള്ളത് അറിയണം. 10ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് അറിയണം. സോ ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരുവാണ്. അതായത് എന്താണ് ക്ലാസ് ഇൻക്ലൂഷൻ എന്ന് നമുക്ക് അറിയണമല്ലോ അല്ലെ? So in Piaget's theory, class inclusion is the cognitive ability to understand that a smaller subgroup is a part of larger category. Example, smaller subgroup എന്ന് പറയുമ്പോൾ roses, jasmine, lotus അല്ലെ? Is a part of the larger category. Example, flowers. അതായത് ഫ്ലവേഴ്സിന്റെ അണ്ടറിലാണല്ലോ നമ്മുടെ ഈ റോസും ജാസ്മിനും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ? And that the whole is greater than any of its part. A skill mastered during the concrete operational stages. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സോ ഇനിയും വരാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. So it's a part of larger category and that the whole is greater than any of its part. അല്ലെ? Whole is greater than part. ഇത് ആക്ച്വലി നമ്മുടെ മറ്റേ ജസ്റ്റാർട്ട് സൈക്കോളജി ഉണ്ടല്ലോ, അതിലും ആക്ച്വലി ഇത് പറയുന്നുണ്ട് whole is greater than part എന്നുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നത് ഇതാണ്, എ സ്കിൽ മാസ്റ്റർ ഡ്യൂറിംഗ് ദ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 to 11 years അല്ലെ, where children grasp the hierarchical classification. ഇത് മെയിൻ ആണ്, hierarchical classification, overcoming the earlier confusion where they focus only on the perceived difference between the parts as in the classic more flowers or more roses എന്നുള്ള കാര്യം അതൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഈ കാര്യം മനസ്സിലാക്കുക. അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ, ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ഇത് കിട്ടുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ക്ലാസിഫൈ ചെയ്യാനൊക്കെ കുട്ടി പഠിക്കുന്നത്. സോ അതിൽ വരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇന്ത്യന്റെ ഒരു സബ് ഗ്രൂപ്പാണ്, സബ്സെറ്റ് ആണ് നമ്മുടെ ഡൽഹി എന്നുള്ള കാര്യം അവിടെ അവൻ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഏതിലാണ് വരുന്ന ഒരു ക്ലാസ് ഇൻക്ലൂഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. The behaviors, interests, attitudes, skills and personality traits that a culture considered appropriate and are for specific gender are referred to as dash and are dash. എന്താണ്? കൃത്യമായിട്ട് വായിച്ചേ എന്താണ് സംഭവം? The behaviors, interests, attitudes, skill and personality trait that a culture considered appropriate, culture ആണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ, and are for specific gender are referred to as dash and are dash. So gender roles genetically determined, gender identity culturally defined, gender identity genetically determined, gender roles culturally defined. ഏതാണ് കറക്റ്റ് ആൻസർ? വീഡിയോ പോസ് ചെയ്യുക, ആൻസർ ചെയ്യുക. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ജെൻഡർ റോൾസ് കൾച്ചറലി ഡിഫൈൻഡ് ആണ്. കാരണം നമ്മൾ എന്താണ് ഈ ജെൻഡർ റോളും ജെൻഡർ ഐഡന്റിറ്റിയും തമ്മിലുള്ള വ്യത്യാസം സ്ഥിരം ചോദിക്കുന്നതാണ്. സീറ്ററ്റിന് സ്ഥിരം ചോദിക്കുന്ന കാര്യമാണ് ജെൻഡർ റോളും ജെൻഡർ ഐഡന്റിറ്റിയും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം അല്ലെ? ജെൻഡർ റോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി കാഴ്ചവെക്കുന്ന കുറച്ച് കാഴ്ചപ്പാടുകളുണ്ട് ജെൻഡറിനെ പറ്റി. അതായത് ബോയ്സ് ആണെങ്കിൽ ഇങ്ങനെ കരയാൻ പാടില്ല, ഭയങ്കര സ്മാർട്ട് ആയിരിക്കണം. ഒരു ആൺകുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ തന്നെ പറയില്ല, നീ എന്താ ചില പെൺപിള്ളാരെ പോലെ നീ കരയുന്നു എന്ന് പറയും. അതുപോലെ വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്ത് നീ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ സൊസൈറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റി അവിടെ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബോയ്സ് ഇങ്ങനെയായിരിക്കണം, ഗേൾസ് ഇങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ കൾച്ചറലി ഡിറ്റർമൈൻഡ്, നമുക്ക് അങ്ങനെ പറയാം, കൾച്ചറലി ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യം, സോഷ്യലി അല്ലെങ്കിൽ കൾച്ചറലി ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യം. അതിനെയാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ജെൻഡർ റോൾ, മെന്നിന് ഇതൊക്കെ റോളാണ്, ഫീമെയിലിന് അല്ലെങ്കിൽ ഗേൾസിന് ഇന്ന റോളുകളാണ് എന്ന് പറയുന്നത്. പക്ഷെ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഐഡന്റിറ്റിയാണ്. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പൊ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ആസ് എ ഗേൾ എന്റെ കാഴ്ചപ്പാടും എന്റെ കാര്യങ്ങളും ഞാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി എന്നുള്ളൊരു കാര്യം തന്നെ നമ്മുടെ അഡോളസൻസ് ആ ഒരു കാറ്റഗറീസിനാണ്. അവിടെ ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, എറിക്സന്റെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുവാണ്, ഇപ്പൊ ഞാൻ ഒരു പ്രായം എത്തുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുക ചിലപ്പോൾ ഞാൻ ഗേൾ ആണോ ബോയ് ആണോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും ആണോ, അങ്ങനെയുള്ളത് നമ്മളാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ.
അതാണ് ജെൻഡർ ഐഡന്റിറ്റി എന്നുള്ളൊരു കാര്യം. നമ്മൾ നമ്മുടെ ജെൻഡറിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോ അതാണ് ജെൻഡർ റോളും ജെൻഡർ ഐഡന്റിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പേഴ്സണാലിറ്റി ട്രൈറ്റ് ദാറ്റ് എ കൾച്ചർ കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ആണ്. കണ്ടോ, കൾച്ചർ കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് ജെൻഡർ റോൾ ആണ്, അതുപോലെ തന്നെ കൾച്ചറലി ഡിഫൈൻഡ് ആണ്, അല്ലാതെ ജെനറ്റിക്കലി അല്ല. അല്ലെ, ജെനറ്റിക്കലി ഉള്ളത് ജെൻഡർ ഐഡന്റിറ്റി ആണ്, ജെനറ്റിക്കലി ഉള്ളത്. പക്ഷെ ജെൻഡർ റോൾ എന്ന് പറയുമ്പോൾ അത് ജെനറ്റിക്കലി ആണോ? അല്ല, നമ്മുടെ സൊസൈറ്റി കാണുന്നത് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ജെൻഡർ റോൾസ് കൾച്ചറലി ഡിഫൈൻഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ ജെൻഡർ റോളിനെ പറ്റി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ പോസ് ചെയ്ത് നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാം. ജെൻഡർ റോളും ജെൻഡർ ഐഡന്റിറ്റിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് പോസ് ചെയ്യുക, നോട്ട് എഴുതിയെടുക്കുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോളോയിങ് ലെവ് വൈഗോട്സ്കീസ് ഐഡിയാസ് എ ടീച്ചർ ഷുഡ്. ഒരു ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്? വൈഗോട്സ്കി ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ലെവ് വൈഗോട്സ്കി. നമ്മുടെ വൈഗോട്സ്കി ഭയങ്കര ആളാണ്. അതായത് വൈഗോട്സ്കി ഒരു ഏറ്റവും എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണുന്ന ഒരു വലിയൊരു മനുഷ്യനാണ് നമ്മുടെ വൈഗോട്സ്കി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കിക്കേ. ഫോളോയിങ് ലെവ് വൈഗോട്സ്കീസ് ഐഡിയാസ് എ ടീച്ചർ ഷുഡ് disseminate the knowledge to be memorized by the students, encourage the students to compete with each other, practice reciprocal teaching with her students, discourage the use of cultural tools by students. നമ്മുടെ വൈഗോട്സ്കിന്റെ കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. ZPD, MKO, സ്കാഫോൾഡിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ് എന്നുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇവിടെ ഏത് ഓപ്ഷനിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്? മെമ്മറൈസ് ചെയ്യാൻ പറയുന്നില്ല, അതുപോലെ കോമ്പീറ്റ് ചെയ്യാൻ പറയുന്നില്ല, അതുപോലെ തന്നെ ഡിസ്കറേജ് ദ യൂസ് ഓഫ് കൾച്ചറൽ ടൂൾസ് അതും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: പ്രാക്ടീസ് റെസിപ്രോക്കൽ ടീച്ചിങ് വിത്ത് ഹർ സ്റ്റുഡന്റ്. ഒരു ടീച്ചർ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ ടീച്ചിങ് ചെയ്യണം. എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്? ഇപ്പോ ഒരു 6/7, ഈ 6/7ന്റെ റെസിപ്രോക്കൽ എന്താ? 6/7ന്റെ റെസിപ്രോക്കൽ എന്താ? 7/6 ആണ്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു അല്ലെ. അതുപോലെ തന്നെയാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. അതായത് ടീച്ചറുടെ റോളും കുട്ടിയുടെ റോളും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നു. അതാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. അതായത് കുട്ടി അവിടെ ടീച്ചറുടെ റോള് ചെയ്യുന്നു. ഇപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു? ടീച്ചറിനെ പോലെ അവിടെ ക്ലാസ് എടുക്കുന്നു. ടീച്ചർ എന്ത് ചെയ്യുന്നു? ആ സമയത്ത് കുട്ടികളുടെ കൂടെ, ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ തന്നെ വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ് കുട്ടിയെ നിരീക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an example of a question that promotes analytical thinking? Analytical thinking നമുക്കറിയാം, ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതായത് മറ്റേ അനലിറ്റിക് മെത്തേഡും സിന്തറ്റിക് മെത്തേഡും ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും ഒക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ആക്ച്വലി അത് പറയുന്നില്ല, പക്ഷെ അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. സോ അത് നോക്കിക്കേ. Which of the following is an example of a question? ഒരു ക്വസ്റ്റ്യൻ ആണ്. Example of a question that promotes analytical thinking. Which countries were directly involved in the World War II? Which factors contributed to the outbreak of World War II? Who was the leader of Germany during World War II? In which year did World War II end? ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കാരണം which countries was directly involved in the World War II എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പഠിച്ച കാര്യം നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പൊ അത് അനലിറ്റിക്കൽ തിങ്കിങ് ആണോ? അല്ലെ, അവിടെ അത് വരുന്നില്ല. അവിടെ ജസ്റ്റ് നമ്മുടെ ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതെന്തായാലും വരില്ല. Which factors contributed to the outbreak of World War II? Which factors എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ World War II ആയിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം എല്ലാം ചിന്തിച്ച്, വേൾഡ് വാർ 2 ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതിന് സോർട്ട് ഔട്ട് ചെയ്ത് നമ്മുടെ സ്പെസിഫിക് ഫാക്ടേഴ്സിലോട്ട്, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് വേൾഡ് വാർ 2 ആണ്. അപ്പോൾ ചിന്തിച്ച് നമ്മൾ ഫൈനൽ ഒരു കുറച്ച് ഫാക്ടേഴ്സിലോട്ട് നമ്മൾ എത്തണം. അതെന്താണ്? ഒരു അനലിറ്റിക്കൽ തിങ്കിങ് ആണ്. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹു വാസ് ദ ലീഡർ എന്ന് പറഞ്ഞ ആ ലീഡറിനെ നമുക്കറിയാം. ഇൻ വിച്ച് ഇയർ എന്ന് പറഞ്ഞ ആ ഇയറും ചിന്തിക്കാൻ അത്ര വലിയ ഇതൊന്നും വേണ്ട അല്ലെ. പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയല്ലോ അല്ലേ?
ഈ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്താണ് അനലിറ്റിക്കൽ തിങ്കിങ് എന്നൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ വീഡിയോ പോസ് ചെയ്ത് നോട്ട് എഴുതിയെടുക്കുക. കാരണം നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. എഗെയിൻ നമ്മുടെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സീറ്ററ്റിൽ കൂടുതൽ കാണുന്ന കാര്യമാണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. അവിടെ തന്നെയാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, കൺഫ്യൂഷൻ വരുന്നതും മാർക്ക് പോകുന്നതും ഒക്കെ ഇതിൽ തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, ഈച്ച് ചൈൽഡ് ഫൈൻഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ടു പ്ലേ, എക്സ്പെരിമെന്റ് ആൻഡ് ഡിസ്കവർ ദെയർ വേൾഡ്. ചൈൽഡ്ഹുഡ് ഈസ് എ യൂണിവേഴ്സൽ കൺസ്ട്രക്ട്. എന്താണ് ചൈൽഡ്ഹുഡ് ഈസ് എ യൂണിവേഴ്സൽ കൺസ്ട്രക്ട്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻ. നന്നായിട്ട് വായിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ആദ്യം ഞാൻ പറഞ്ഞ കാര്യം എന്താ, 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അത് നോക്കാം. ഈച്ച് ചൈൽഡ് ഫൈൻഡ്സ് ദ ഓപ്പർച്യൂണിറ്റീസ് ടു പ്ലേ, എക്സ്പെരിമെന്റ് ആൻഡ് ഡിസ്കവർ ദെയർ വേൾഡ്. അത് കറക്റ്റ് ആണല്ലോ. കാരണം ഓരോ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഡിസ്കവറി ലേണിംഗ് നമ്മുടെ ബ്രൂണറുടെ ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് അവര് കളിക്കുന്നുണ്ട്, എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് നമ്മുടെ വേൾഡിനെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കുറെ കുട്ടികൾ അല്ലെ, കുറെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചൈൽഡും നമുക്ക് പറയാം, ഓരോ ചൈൽഡും കളിക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്, എക്സ്പെരിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ നമ്മുടെ ലോകത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ, അത് കറക്റ്റ് ആണ്. അത് നമുക്ക് തെറ്റൊന്നും പറയാനില്ല. കാരണം ഓരോ കുട്ടിക്കും ആക്ച്വലി അതിനൊരു കഴിവുണ്ട്. അങ്ങനെ ഏത് കുട്ടിക്കും കഴിവില്ല എന്ന് പറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈച്ച് ചൈൽഡ് ഫൈൻഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ടു പ്ലേ, എക്സ്പെരിമെന്റ് ആൻഡ് ഡിസ്കവർ ദെയർ വേൾഡ്. ഇപ്പൊ ചെറിയൊരു കുട്ടി, ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ചെറുപ്പത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഒരു കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിനെ മാറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് അങ്ങനെ ഓരോരുത്തരും കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെ. അടുത്തത്, ചൈൽഡ്ഹുഡ് ഈസ് എ യൂണിവേഴ്സൽ കൺസ്ട്രക്ട്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ കൺസ്ട്രക്ട് ആണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. അത് ശരിയാണോ? ഒരു യൂണിവേഴ്സൽ കൺസ്ട്രക്ട് ആണോ നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്? അല്ല, അതെന്താണ്, ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ആണ് ആക്ച്വലി. അതായത് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കൺസ്ട്രക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്തായിട്ട് പറയാം? ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ആണെന്ന് പറയാം. കാരണം ചൈൽഡ്ഹുഡിന് ഇങ്ങനെ ഓരോ സ്റ്റേജസ് ഉണ്ട് അല്ലെ. ഓരോ സൈക്കോളജിസ്റ്റും ഓരോ സ്റ്റേജസ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്. അപ്പൊ അവിടെ നമ്മുടെ സൊസൈറ്റിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിൽ ചൈൽഡ്ഹുഡിൽ ഓരോ പ്രോഗ്രസ് ഉണ്ടാവുന്നതിന് സൊസൈറ്റിക്ക് നല്ലതുപോലെ പ്രാധാന്യം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചൈൽഡ്ഹുഡ് ഇസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറയാം. പക്ഷെ യൂണിവേഴ്സൽ കൺസ്ട്രക്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ് ആൻസർ വരിക? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് അല്ലെ. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. അതായത് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിൽ ആസ് എ ടീച്ചർ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും എന്നതുപോലുള്ള പക്കാ നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ സീറ്ററ്റിന് സാധാരണയായിട്ടും ചോദിക്കാറുണ്ട്. ഇതാണ് ആ ക്വസ്റ്റ്യൻ. You are a teacher who wants to encourage your students to think critically and creatively. Which of the following strategies is most likely to foster this type of thinking? This type of thinking എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടികളുടെ കൂടുതൽ വളർത്തിയെടുക്കാനായിട്ട് ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ക്വസ്റ്റ്യൻ. Providing students with open-ended questions to come up with their own solutions. Giving students multiple choice tests to assess their knowledge. അങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് കളയണം. കാരണം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? കൺവേർജന്റ് തിങ്കിങ് ആണ്. അതൊരു ഡൈവേർജന്റ് തിങ്കിങ് അല്ല. അത് എന്തിന് എക്സാമ്പിൾ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ? കൺവേർജന്റ് തിങ്കിങ്ങിന് എക്സാമ്പിൾ ആണ്. എന്താണ് ഈ കൺവേർജന്റ് തിങ്കിങ്? കൺവേർജന്റ് തിങ്കിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരു സ്പെസിഫിക് കാര്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പക്ഷെ ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിനെ പല രീതിയിൽ ചിന്തിക്കണം അല്ലെ. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിനെ പല രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്താൻ പറ്റുള്ളൂ. അത് ഡൈവേർജന്റ് തിങ്കിങ് ആണ്, നോട്ട് എ കൺവേർജന്റ് തിങ്കിങ്. അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ അതിനെ കളഞ്ഞു. ലെക്ചറിങ് ഓൺ ദ ടോപ്പിക് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു? കളഞ്ഞു. അസൈനിങ് എ പ്രൊജക്ട് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് മസ്റ്റ് മെമ്മറൈസ് എന്ന് കാണുമ്പോൾ തന്നെ അതിനെ കളഞ്ഞു അല്ലെ. മെമ്മറൈസ് ചെയ്യണോ? മെമ്മറൈസ് ചെയ്ത് പഠിക്കുന്ന റോട്ട് മെമ്മറൈസേഷൻ ഒക്കെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും ക്രിയേറ്റീവ് തിങ്കിങ്ങിനെയും ഫെസിലിറ്റേറ്റ് ചെയ്ത് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം തെറ്റാണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. പ്രൊവൈഡിങ് ദ സ്റ്റുഡൻസ് വിത്ത്
ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ടു കം അപ്പ് വിത്ത് ദെയർ ഓൺ സൊല്യൂഷൻ. അതായത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഓപ്പൺ എൻഡഡ് എന്ന് വെച്ചാല് കുട്ടിക്ക്, അതായത് ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടിൻ്റെതായിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് യെസ് ഓർ നോ പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അല്ല. ആൻഡ് കുട്ടിയുടെ സൊല്യൂഷൻ ഒക്കെ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മുടെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ഓൾ കരിക്കുലം In an inclusive classroom, all curriculum adaptation should be directed to lower the educational standard for special children. Reason: special children do not have any potential for learning in mainstream classroom. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ആക്ച്വലി എന്ത് മനസ്സിലാവും? തെറ്റാണോ ശരിയാണോ നമുക്ക് മനസ്സിലാവും. ഒന്നുകൂടെ നോക്കാം. In an inclusive classroom, all curriculum adaptations should be directed to lower the educational standard for special children. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമുക്കറിയാലോ, അവിടെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ചിൽഡ്രൻ കൂടെ അവിടെ ഉണ്ട്. അപ്പൊ അവരെയും കൂടെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ കരിക്കുലത്തിനെ ലോവർ സ്റ്റാൻഡേർഡിലോട്ട് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നുണ്ടോ? നമ്മുടെ അവിടെ നോർമൽ സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഉള്ള കരിക്കുലത്തിനെ ലോവർ സ്റ്റാൻഡേർഡിലോട്ട് ഒരിക്കലും കൊണ്ടുവരില്ല, അല്ലെ? ഒരിക്കലും അങ്ങനെ കൊണ്ടുവരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. സ്പെഷ്യൽ ചിൽഡ്രൻ ഡു നോട്ട് ഹാവ് എനി പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്? അതും തെറ്റാണ്. രണ്ടും തെറ്റാണ്, അല്ലെ? രണ്ടും തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും തെറ്റ് എന്നുള്ള ഓപ്ഷൻ എവിടെയാണുള്ളത്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറയുന്നുണ്ട്. അടുത്തത് നോക്കിക്കേ, ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആണ്. അപ്പൊ ഈ അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആണ് മൊത്തം സീറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റനും. നോക്കിക്കേ, ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ഓൾ കരിക്കുലം അഡാപ്റ്റേഷൻ ഷുഡ് ബി ഡയറക്റ്റഡ് ടു ലോവർ ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ. ആൻഡ് റീസൺ: സ്പെഷ്യൽ ചിൽഡ്രൻ ഡു നോട്ട് ഹാവ് എനി പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ഇൻ മെയിൻ സ്ട്രീം ക്ലാസ് റൂം. ഇങ്ങനെയാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ നോക്കണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. ഫസ്റ്റ് നോക്കിക്കേ, ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ഓൾ കരിക്കുലം അഡാപ്റ്റേഷൻ ഷുഡ് ബി ഡയറക്റ്റഡ് ടു ലോവർ ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ആ ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നോർമൽ സ്റ്റുഡൻസും ഉണ്ടാവും, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ടാവും. സോ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ കരിക്കുലത്തിനെ നമ്മുടെ ലോവർ സ്റ്റാൻഡേർഡിലോട്ട് കൊണ്ടുപോവോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്റ്റുഡൻസിനെ അത് ബാധിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. കാരണം അങ്ങനെ ഒരിക്കലും ലോവർ ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോവില്ല. അത് തെറ്റാണ്. അടുത്ത റീസൺ ആയിട്ട് വരുന്നത് സ്പെഷ്യൽ ചിൽഡ്രൻ ഡു നോട്ട് ഹാവ് എനി പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ്. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെ? കാരണം സ്പെഷ്യൽ ചിൽഡ്രന് പഠിക്കാൻ പറ്റില്ല, ഒരു പൊട്ടൻഷ്യൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതും തെറ്റല്ലേ? അത് രണ്ടും തെറ്റല്ലേ? അപ്പൊ തെറ്റാണെങ്കിൽ പിന്നെ ഇനി പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളൊരു കാര്യം അവിടെ നോക്കണ്ട. ഓപ്ഷനിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു ഇതുണ്ട്, അല്ലെ? കാരണം ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ് ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ് ആണ്. നമുക്ക് എഴുതാം. കാരണം എനിക്ക് തോന്നുന്നു ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഒന്നില്ലെങ്കിൽ ഈ ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓപ്ഷനിൽ ഞാൻ സ്നിപ്പ് ചെയ്തപ്പോൾ വല്ല മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ്. രണ്ടും ഫോൾസ് ആണ് കേട്ടോ. രണ്ടും ഫോൾസ് ആണ്. അടുത്ത ക്വസ്റ്റൻ നോക്കാം. Which of the following statement about Lawrence Kohlberg's theory is correct? ലോറൻസ് കോൾബർഗിന്റെ തിയറിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 ലെവൽസ് ഉണ്ട്, അല്ലെ? ഏതൊക്കെയാണ്? പ്രീ കൺവെൻഷണൽ ലെവൽ, കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. അങ്ങനെ 3 ലെവൽസ് ഉണ്ട്. ഓരോ ലെവൽസിലും 2 സ്റ്റേജസ് വീതം. മൊത്തം എത്ര സ്റ്റേജസ് ഉണ്ട്? 6 സ്റ്റേജസ് ഉണ്ട്. അപ്പൊ 3 ലെവൽസും 6 സ്റ്റേജസും കൂടെ ചേർന്ന നമ്മുടെ ലോറൻസ് കോൾബർഗിന്റെ തിയറി നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. So it is based on the study done through experimental methods. It presents conflicting the situations to children. It takes into account effects of culture and gender on moral reasoning. It does not specify exact stages for progression of moral development in children. So ഇതില് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? നമുക്ക് കോൾബർഗിന്റെ തിയറി നന്നായിട്ട് അറിയണം. പക്ഷെ കോൾബർഗിന്റെ തിയറി മാത്രം പഠിച്ചൊരു കുട്ടിക്ക് ആക്ച്വലി ഇത് ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്?
ഏത് ആ തിയറി ആയിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. So it is based on the study done through experimental method ആണോ? അല്ല, അല്ലെ? എക്സ്പെരിമെന്റൽ മെത്തേഡ് അല്ല. സോ തെറ്റാണ്. It presents conflicting situations to children. ആക്ച്വലി നമ്മുടെ കോൾബർഗിന്റെ തിയറിയിൽ മറ്റേ ഹെയ്ൻസിന്റെ ഒരു കഥ വെച്ചിട്ടാണ് ആക്ച്വലി പറയുന്നത്. ആ കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയുമായിരിക്കും ഹെയ്ൻസിന്റെ ഭാര്യയ്ക്ക് എന്താ വയ്യ, സോ മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് അല്ലെ, മാരകമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു. സോ മരുന്നിന് വേണ്ടിയിട്ട് ഡോക്ടറുടെ അവിടെ പോയി മോഷ്ടിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ഹെയ്ൻസിന്റെ ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, ഡോക്ടറുടെ അടുത്ത് പോയിട്ട് മരുന്ന് മോഷ്ടിച്ചത്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ, അവിടെ ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ഇട്ട് തരുവാണ് അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഹെയ്ൻസ് ചെയ്ത കാര്യം അവിടെ കറക്റ്റ് ആണോ അല്ലേ, ട്രൂ ആണോ, നമ്മളുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുവാണ്. അപ്പൊ ചിലവര് പറയും ഓരോ സ്റ്റേജസ് ആണ്, ഓരോ സ്റ്റേജസ് ഉണ്ട് അവിടെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിലുള്ള പ്രീ കൺവെൻഷൻ ലെവലുള്ളവർ എന്ന് പറയുമ്പോൾ എന്താണ്, അവർ പണിഷ്മെന്റിനെയൊക്കെ പേടിക്കുന്ന ഒരു കുട്ടികളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ലെവൽസ് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പറയും ഹെയ്ൻസ് ചെയ്ത തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നവരാണെങ്കിലും കൺവെൻഷൻ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ, ലോ ആൻഡ് ഓർഡർ ആ ഒരു സ്റ്റേജ് ആണ്. അവിടെയും പറയുന്നത് കറക്റ്റ് ലോയ്ക്ക് അനുസരിച്ചുള്ളതാണെങ്കിൽ, നിയമത്തിനനുസരിച്ചുള്ളതാണെങ്കിൽ നിയമം നോക്കുന്ന സമയത്ത് ഹെയ്ൻസ് ചെയ്ത തെറ്റാണ്. സോ ഹെയ്ൻസ് ജയിലിൽ പോകണം എന്നാണ് അവിടെയും പറയാ. ഇനി മൂന്നാമത്തെ ഒരു ലെവൽ എത്തുന്നവരാണ് എന്ത് പറയുന്നത്, മൂന്നാമത്തെ ലെവൽ നമ്മുടെ എത്തിക്സിനനുസരിച്ച്, എത്തിക്കൽ പ്രിൻസിപ്പിൾ, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ആ മൂന്നാമത്തെ ലെവലിലാണ്. അതായത് ലോ ഇങ്ങനുണ്ട്, ലോ ആൻഡ് ഓർഡർ ഒക്കെ ഇങ്ങനെയാണ്, പക്ഷെ അവിടെ നമ്മൾ ആ ഇൻഡിവിജ്വലിനെ കൂടെ കൺസിഡർ ചെയ്യണം എന്നൊരു രീതിയിൽ വരുന്നത്. സോ ഇറ്റ് പ്രസന്റ്സ് ദ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ് ടു ചിൽഡ്രൻ, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി നോക്കിക്കേ, ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് എഫക്ട്സ് ഓഫ് കൾച്ചർ ആൻഡ് ജെൻഡർ ഓൺ മോറൽ റീസണിങ്, അത് വരുന്നില്ല. അടുത്തത്, ഇറ്റ് ഡസ് നോട്ട് സ്പെസിഫൈ ദ എക്സാക്ട് സ്റ്റേജസ് ഫോർ പ്രോഗ്രഷൻ, അവിടെ എന്താണ് സ്റ്റേജസ് പറയുന്നുണ്ട്, സ്റ്റേജസ് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും തെറ്റാണ്. അപ്പൊ ജസ്റ്റ് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കണം. പ്രീ കൺവെൻഷൻ ലെവൽ, കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷൻ ലെവൽ ആണ്. പ്രീ കൺവെൻഷൻ ലെവലിൽ വരുന്നത് ഓരോ ലെവലിലും രണ്ട് സ്റ്റേജസ് ആണല്ലോ. സോ ഫസ്റ്റ് സ്റ്റേജ് അവോയ്ഡിങ് പണിഷ്മെന്റ്, ചിലപ്പോൾ ഇതേ രീതിയിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക, പേര് വ്യത്യാസം ഉണ്ടാവും, പേര് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതായത് ഇവിടെ നോക്കിക്കേ, ഇപ്പൊ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ എന്നായിരിക്കും ചിലവർ പഠിച്ചിട്ടുണ്ടാവുക, പക്ഷെ ഇവിടെ ഗുഡ് ബോയ് ആൻഡ് ഗുഡ് ഗേൾ ആറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. സോ സ്റ്റേജ് 1 അവോയ്ഡിങ് പണിഷ്മെന്റ് ആൻഡ് സ്റ്റേജ് 2 എയിമിങ് അറ്റ് എ റിവാർഡ്, വല്ല റിവാർഡിന് വേണ്ടിയിട്ടോ മാറ്റി പറയുന്ന കുട്ടികളാണ് ആ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത്. അടുത്തത് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ, അതുപോലെ ലോയാലിറ്റി ടു ലോ ആൻഡ് ഓർഡർ, അതാണ് കൺവെൻഷൻ ലെവലിൽ വരുന്നത്. പോസ്റ്റ് കൺവെൻഷൻ ലെവലിൽ വരുന്നത് ജസ്റ്റിസ് ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ദി ലോ, അതുപോലെ തന്നെ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ്, യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കിനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ പെട്ടെന്ന് നോക്കിക്കേ. എ ടീച്ചർ വാണ്ട്സ് ടു എനേബിൾ ദ മീനിങ്ഫുൾ ആൻഡ് അനലിറ്റിക്കൽ ലേണിംഗ് ഇൻ ഹർ ക്ലാസ് by providing opportunities for students to connect their prior knowledge to a new concept. Which of the following teaching strategies would be most effective? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടീച്ചിങ് സ്ട്രാറ്റജിയാണ് കുറച്ചുകൂടി ഇതിന് എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക, അതായത് മീനിങ്ഫുൾ ആൻഡ് അനലിറ്റിക്കൽ ലേണിംഗിന് എഫക്റ്റീവ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Assign students to read the text book. റീഡ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടായോ? ഇല്ല. നിങ്ങൾ ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് പറയുന്നത്, മാക്സിമം ക്വസ്റ്റ്യൻസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കണം കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് വേണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കാനായിട്ട്. ഓക്കെ ആണല്ലോ. സോ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. രണ്ടാമത്തെ ഓപ്ഷൻ, ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഷെയർ ദെയർ ഓൺ എക്സ്പീരിയൻസ് റിലേറ്റഡ് ടു ദ ന്യൂ മെറ്റീരിയൽ ആൻഡ് ദെൻ കണക്ട് ദം ടു ദ ടോപ്പിക്. അപ്പൊ അത് കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഓപ്ഷൻ പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഇത് കണ്ടതും ചാടിക്കേറിയത് ആൻസർ ചെയ്യരുത്, കാരണം അതിന് താഴെയുള്ള ഓപ്ഷൻസ് കൂടെ വായിച്ചു നോക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾ കാണിക്കണം. കാരണം അതിനേക്കാളും നല്ലൊരു പോയിന്റ് താഴെ ഉണ്ടെങ്കിൽ അതാണ് ചൂസ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ. സോ പ്രൊവൈഡിങ് ദ സ്റ്റുഡൻസ് വിത്ത് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഓൺ ഹൗ ടു കംപ്ലീറ്റ് എ ടാസ്ക് റിലേറ്റഡ് ടു ദ ന്യൂ മെറ്റീരിയൽ. അപ്പൊ ഇത് കുറച്ച് കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ അവിടെ എന്താണ്, ടീച്ചർ തന്നെയാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഓൺ ഹൗ ടു കംപ്ലീറ്റ് എ ടാസ്ക്. അപ്പൊ അത് എത്രത്തോളം മീനിങ് ഫുൾ ആവും, എത്രത്തോളം അനലിറ്റിക്കൽ ലേണിംഗ് പോസിബിൾ ആവും നമുക്കറിയില്ല. ഇനി ലെക്ചറിങ് ആണ്, ലെക്ചറിങ്ങും തെറ്റാണ്. ഇനി നോക്കിക്കേ, ഇത് രണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക, ഏതാണ് കുറച്ചുകൂടെ നല്ല ആൻസർ എന്നുള്ളത്.
അപ്പൊ ടീച്ചർ തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് കുട്ടികൾക്ക് കൊടുക്കുന്നതാണോ നല്ലത്? Ask the students to share their own experience related to the new material and then connect them to the topic. കുട്ടികൾക്ക് തന്നെ എല്ലാം വിട്ടുകൊടുക്കുകയാണോ ചെയ്യുന്നത് നല്ലത്? കുട്ടികൾക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an example of assessment for students learning? Assessment for learning അല്ലെ? Assessment for learning. എന്താണ് assessment for learning എന്ന് വെച്ചാല്? എന്താണ് assessment for learning? So assessment for learning എന്ന് വെച്ചാൽ എന്താണ്? ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. ഫോർമേറ്റീവ് അസസ്മെന്റ്. ഇനി അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണെങ്കിൽ സമ്മേറ്റീവ് അസസ്മെന്റ്. അതുപോലെ തന്നെ അസസ്മെന്റ് ആസ് ലേണിംഗ് ആണെങ്കിൽ സെൽഫ് അസസ്മെന്റ് ആണ്. ഇതൊക്കെ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞതാണ്, പക്ഷെ എന്നാലും ഓർത്ത് വെക്കുക, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് ആസ് ലേണിംഗ് സെൽഫ് അസസ്മെന്റ് ആണ്. സോ ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതല്ലേ ക്വിസ്, ബ്രെയിൻ സ്റ്റോമിംഗ്. ഒരു ക്വിസ് എന്ന് കാണുമ്പോൾ തന്നെ ക്വിസ് എന്തിന്റെ എക്സാമ്പിളാ? അസസ്മെന്റ് ഫോർ ലേണിംഗ്, അതായത് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. ബാക്കി നോക്കിക്കേ. സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് തെറ്റാണ്. rubric given to students at the beginning of a project outlining what they need to do to achieve a certain grade, അതും അല്ല. a final exam, അതും സമ്മേറ്റീവ് അസസ്മെന്റിന് എക്സാമ്പിൾ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 1. അപ്പൊ ഇവിടെ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുള്ളൊരു സാധനം ഉണ്ട്. എന്താണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്? എന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ്? ആക്ച്വലി കുട്ടികളുടെ ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ തിങ്കിങ് വളർത്തിയെടുക്കാനായിട്ടാണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുള്ളൊരു കാര്യം വരുന്നത്, ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ. അപ്പൊ അവിടെ നോക്കിക്കേ, ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ് ഇസ് ഡെവലപ്ഡ് ബൈ അലക്സ് എഫ് ഓസ്ബോൺ ആണ് അത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് നോൺ ടെക്നിക് ഫോർ സ്റ്റിമുലേറ്റിംഗ് ദ ക്രിയേറ്റീവ് തിങ്കിങ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫ്രൂട്ട്ഫുൾ എക്സസൈസ് ടു സോൾവ് ദ കോംപ്ലക്സ് ആൻഡ് ക്രിട്ടിക്കൽ പ്രോബ്ലം. സോ എന്താണ് നോക്കിക്കേ, ഇൻ ബ്രെയിൻ സ്റ്റോമിംഗ് മെനി ക്രിയേറ്റീവ് മൈൻഡ്സ് വർക്ക് ടുഗദർ ആൻഡ് അപ്ലൈ ദെയർ ഡൈവേഴ്സ് തിങ്കിങ് പാറ്റേൺസ് ടു അച്ചീവ് ദ സെയിം ലേണിംഗ് ഗോൾസ്. ഐഡിയാസ് ആർ ജനറേറ്റഡ് സ്പോണ്ടേനിയസ്ലി ബൈ ദ ലേണേഴ്സ്. അതായത് ഇവിടെ ഇപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചർക്ക് അവിടെ റോള് കുറവാണ്. ഇപ്പൊ ടീച്ചർ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ തന്നെ ആയിരിക്കും അവരുടെ ഐഡിയാസ് പറയുന്നത്. അപ്പൊ ടീച്ചർ അവിടെ ഒരു ജഡ്ജ്മെന്റ് പോലും പറയാതെ ടീച്ചർ അവിടെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾ തന്നെയാണ് പല രീതിയിൽ ആലോചിച്ച് അവർ സ്വന്തമായിട്ട് അവരെ കാര്യങ്ങൾ അവർ പറയും. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു കാര്യം എടുക്കുമ്പോൾ. അപ്പൊ അതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. സോ നിങ്ങൾ ഇത് വായിക്കുക, ആൻസർ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ. സിമ്പിൾ അല്ല ആക്ച്വലി, ഇത് കുറച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇത് നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഈ 10ല് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? ഇപ്പൊ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമന്റ് ചെയ്തവരുടെ ഞാൻ നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്. 7 മാർക്കും 9 മാർക്കൊക്കെ ഉണ്ട്. സോ ഈ 10 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഇതിന്റെ ആൻസർ എന്താണ്? അസേർഷൻ റീസൺ ആണ്, വളരെ സിമ്പിൾ ആണ്. സോ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി ഫെബ്രുവരി 8-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത് അല്ലെ? ഫെബ്രുവരി 8-ാം തീയതിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ 10 ദിവസം 20 മണിക്കൂർ ലൈവ് സെഷനും ആയിട്ടാണ് നമ്മുടെ സീറ്റഡ് ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സീറ്റഡ് ബൂസ്റ്റർ ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സസ് വരുന്നത് നോക്കിക്കേ, 10 ദിവസം കൊണ്ട് 20 മണിക്കൂർ, അതായത് ഒരു ദിവസം 2 മണിക്കൂർ ക്ലാസ്സസ് വീതമാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ ക്ലാസ്സസിൽ നമ്മളിപ്പോ എങ്ങനെയാണോ ക്ലാസ് എടുത്തത് ഇതേ രീതിയിൽ തന്നെയാണ് ബൂസ്റ്റർ ബാച്ചിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത്, ഒരു ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. സോ നമ്മുടെ ഗ്രൂപ്പിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കിട്ടും, PDF നോട്ട്സ് ഉണ്ടാവും, ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ ഉണ്ടാവും, ദെൻ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസും കൂടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സീറ്ററ്റിന്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിലോട്ടും കൂടെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കുക. എന്തായാലും ഇത്തവണത്തെ സീറ്ററ്റ് നിങ്ങൾക്കുള്ളതാണ് എന്നൊരു രീതിയിൽ തന്നെ നന്നായിട്ട് പഠിക്കണം. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ, ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തട്ടെ എന്നൊരു കാര്യം കൂടെ ഞാൻ ആശംസിക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.